ഫോട്ടോഗ്രാഫർ സുഭാഷ് മഹേശ്വർ തയ്യാറാക്കിയ ഫാഷൻ കലണ്ടർ ശ്രദ്ധേയമാകുന്നു. 2030-ൽ എത്തുമ്പോഴേക്കും പരിസ്ഥിതി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ പ്രമേയമാക്കിയാണ് സുഭാഷ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. സിനിമാ താരങ്ങളായ ജ്യോതിർമയും റീമ കല്ലുങ്കലുമടക്കം നിരവധി കലാകാരന്മാർ ഫാഷൻ കലണ്ടർ 2011-ൽ മോഡലുകളാകുന്നു. കലണ്ടർ തയ്യാറാക്കിയ സുഭാഷ് മഹേശ്വരും കോസ്റ്റ്യൂം ഡിസൈനർ റസ്ന സുഭാഷുമാണ് ഇന്ന് കോഫി ചാറ്റിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. സുഭാഷ്, റസ്ന, കോഫി ചാറ്റിലേക്ക് സ്വാഗതം. ഒരു 2030 ആകുമ്പോഴത്തേക്ക് ഒരു 20 വർഷം കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മളെല്ലാം ഭയപ്പെടുന്ന ഒരു കാര്യമാണിത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു കലണ്ടർ നിർമ്മിക്കാനുള്ള ഈ ഒരു ഐഡിയ ആരുടേതായിരുന്നു? ആക്ച്വലി ഞാൻ ചെയ്യുന്നത് ഫാഷൻ ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫോട്ടോഗ്രാഫികൾ കൂടി ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ എൻവയോൺമെന്റിനെ പറ്റി ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു തീം ചെയ്തത്. ഇതൊരു ടീം വർക്കാണോ? ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഷുവർ, ഇതൊരു ടീം വർക്ക് തന്നെയാണ്. കാരണം ഇതിന് ഒരു ഫോട്ടോഗ്രാഫി മാത്രം പോരാ, നല്ലൊരു കോസ്റ്റ്യൂം വേസ് വേണം, മേക്കപ്പ് വേണം, ഡിസൈനിങ് വേണം, നല്ലൊരു പ്ലാനിങ് വേണം. ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. ഏതാണ്ട് മോഡൽസ് തന്നെ 23 ആൾക്കാരുണ്ട്. ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. എത്ര വർഷമായി ഇങ്ങനെ? 9 years ആയിട്ട്. സ്ട്രീറ്റ് ഫാഷൻ ഫോട്ടോഗ്രാഫി ഒരുപക്ഷെ ആ ഒരു മേഖലയിൽ തുടങ്ങുന്നത് തന്നെ സുഭാഷ് ആയിരിക്കും. കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിലുള്ളൊരു സംരംഭം ആദ്യമായിട്ട് തന്നെ തുടങ്ങുന്നതും. ഇത്തവണ അത് കുറച്ചുകൂടി വിപുലീകരിച്ച് 2030 ആകുമ്പോൾ പരിസ്ഥിതി നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളിയെ കുറിച്ചുള്ള ഒരു ചിത്രം കൂടി നൽകുന്നു. എന്താണ് ഇത്തരത്തിൽ ഒരു വേറിട്ട വഴിയിലൂടെ പോകാനും ചിന്തിക്കാനും പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം? നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഒരു ചേഞ്ച് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് അതിന്റെ പ്രധാന ഘടകം. ആക്ച്വലി ഈ ഒരു ഡിഫറെന്റ് തീം നമ്മൾ കൊണ്ടുവരാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ട്രീറ്റ് ഫാഷൻ ഉദ്ദേശം നമ്മൾ ഓർഡിനറി ഫാഷൻ ചെയ്യുമ്പോൾ എല്ലാം ഇൻഡോർ ഷൂട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കേരളത്തിന്റെ ബ്യൂട്ടി കൂടി ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയത്. കുറച്ച് സെലിബ്രിറ്റീസിനെ വെച്ചു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു പഴയ കേരളത്തിന്റെ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു. നന്നായിട്ട് വിജയിച്ചു, നല്ലൊരു സപ്പോർട്ട് കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ ഈ കലണ്ടറിലേക്ക് വന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ ഫാഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഡോർ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നു, നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു മെസ്സേജ് ഇതിൽ കൂടി കൺവേ ചെയ്യാൻ പറ്റും. സേവ് അവർ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു എൻ്റെ ക്യാമ്പയിൻ. സാധാരണ ഈ സേവ് അവർ പ്ലാനറ്റും ഈ ഫാഷനും തമ്മിൽ അധികം ലിങ്ക് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ച് റിസ്ക് ആണ് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ലിങ്ക് ചെയ്യുക. ആ ഒരു റിസ്കിനെ ബ്രേക്ക് ചെയ്യുന്നതായിരുന്നു ഈ കാര്യം. റസ്ന സുഭാഷ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ലുക്ക്, ഒരു ഇന്റർനാഷണൽ ലുക്ക്. കേരളത്തിൽ ഇതിനു മുൻപ് ഫാഷൻ ഷോകൾ നടന്നിട്ടുണ്ട്, ഫാഷൻ സ്റ്റില്ലുകൾ പുറത്തു വരുന്നു, കലണ്ടറുകളൊക്കെ പുറത്തു വരുന്നു. ഒരു ലുക്ക്, പ്രത്യേക ലുക്ക് കൊടുക്കാൻ ആ വേഷങ്ങളൊക്കെ തന്നെ സെലക്ട് ചെയ്യുന്നതിൽ എന്താണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? ആ തീം വെച്ചിട്ട് തന്നെയാണ് അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓരോ തീം ഇൻസ്പയർ ചെയ്തിട്ടാണ് ഓരോ കലണ്ടറിന്റെയും വന്നിരിക്കുന്നത്. 12 തീമിന്റെ അകത്തും ആ തീം ബേസ് ചെയ്താണ് ആ തീം അതിനകത്തെ കോസ്റ്റ്യൂം. ജ്യോതിർമയുടെ സോളാറിന്റെ തീം, അതിനകത്തെ സോളാർ പാനൽസിനെ വെച്ചിട്ടാണ് അതിന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ എല്ലാം തീം വെച്ചിട്ട് തന്നെ കുറച്ച് ആലോചിച്ച്, നേരത്തെ തന്നെ ഇതിനെപ്പറ്റി കുറെ ആലോചിച്ച് അങ്ങനെ ചെയ്തിട്ടാണ് ഈ കോസ്റ്റ്യൂം. ഈ ഒരു 2030 എത്തി നിൽക്കുമ്പോൾ പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ, ഇതിനൊരു പശ്ചാത്തലമാക്കിയത് എന്തൊക്കെയാണ്? എന്തൊക്കെ ദൃശ്യങ്ങളാണ് ഇതിന് പശ്ചാത്തലമാക്കിയിട്ടുള്ളത് ഈ കലണ്ടറിൽ? നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ദിവസവും വഴിയിലൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ യാത്രയിലും നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതിന്റെ പശ്ചാത്തലം. ഇപ്പൊ തന്നെ ഫസ്റ്റ് പേജിൽ താജ്മഹൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു ടി-വിയിൽ ഒരു ന്യൂസ് കണ്ടു, ആലപ്പുഴ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അധികം നാളില്ല അങ്ങനെ. അപ്പൊ അതിനെ ബേസ് നമ്മളുടെ അടുത്തുള്ളൊരു സ്ഥലം അങ്ങനെ ആകുമ്പോഴല്ലേ നമ്മൾ കുറച്ചും കൂടി അവയർനെസ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലം ഇങ്ങനെ ആവുന്നു എന്നാണ് നമ്മൾ ഇതിൽ കൂടി കാണിക്കുന്നത്. ഇത്തരമൊരു വിഷയം ഒരു കലണ്ടറിലൂടെ വ്യക്തമായി കൺവേ ചെയ്യാൻ സാധിക്കുമോ? ഷുവർ, അത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ആക്ച്വലി ഇതൊരു ഫാഷനിൽ കൂടെ കൺവേ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും തൃപ്തിയുള്ള ഒരു കാര്യം. നമുക്ക് ഇത് വേണമെങ്കിൽ ആർട്ടിക്കിൾ ആക്കാം, സ്കെച്ചസ് ആക്കാം, എങ്ങനെ വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. പക്ഷെ ഇതൊരു ഫാഷനിൽ കൂടെ കൺവേ ചെയ്യാൻ ഒത്തിരി റിസ്ക് ഉള്ളതാണ്. നമ്മൾ ആ ഫാഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു മോഡലിനെയും അതിന്റെ വേഷവിധാനങ്ങളും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി നമ്മൾ ഈ ഒരു കാര്യം കൺവേ ചെയ്തിട്ടുണ്ട്.